and welcome to Comedy Masters. Hi Masters. Hi. Marikadu Cheda, Pakru Cheda and Vibin Cheda. Welcome to Comedy Masters. ഇന്ന് നമുക്ക് നല്ല രീതിയിൽ അല്ല അടിപൊളിയായിട്ട് നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു സംസാരം ആവശ്യമുണ്ട്. സോ ഇന്നത്തെ ഒരു ക്യൂട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബേബീസ്. ബേബീസ് വാവകൾ. ഞാനിപ്പോ പറയാൻ കാരണം എന്താ വെച്ചാല് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബേബി ഉണ്ടായപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ബ്രദറും സിസ്റ്ററും സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേബീസിനെ എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് എടുക്കുന്നതിന് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നേ. അപ്പം നെയ്തനാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ട് ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു പോയി എൻ്റെ. കാരണം കൊച്ചിനെ എടുക്കാറില്ല ഫസ്റ്റ് ടാസ്ക്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബേബി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് പോലെ തോന്നിയിട്ട് ഭയങ്കര ക്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോരാതെ തന്നെ അവളുടെ പ്രഗ്നൻസി ടൈമിൽ അവളെക്കാട്ടിലും സന്തോഷം എനിക്കായിരുന്നു. എടാ നീ ഓക്കെ അല്ലടാ, എടാ നീ അങ്ങനെയല്ലടാ, നിനക്ക് പാർട്ടി മിസ് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ ആരും എങ്കിൽ പാർട്ടിക്ക് പോകില്ല, അങ്ങനെ ഭയങ്കര കെയറിങ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം പക്രുചേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സന്തോഷമാണ് അല്ലേ. ഫസ്റ്റ് ഒരു ബേബി, അത് ഫസ്റ്റ് ചൈൽഡ് എന്നുള്ള രീതിയിൽ, അത് കഴിഞ്ഞ് മോസ്റ്റ് അവൈറ്റഡ് ദ സെക്കൻഡ് ബേബി. ബിബിൻ ചേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കാണെങ്കിൽ കൂട്ടുകാരുടെ അല്ലേ മക്കൾ പറയുന്നത് ബേബി. ഞാൻ കാമുകിയെ വാവയെന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. അതായത് സാധാരണ നമ്മൾ പറയും എപ്പോഴും എന്താ പറയുക, അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് മൂഡ് സ്വിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പീരീഡ് ആണ്. പക്ഷെ അവർ എൻജോയ് ചെയ്യും. നിങ്ങളാണെങ്കിൽ ഫീൽഡിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും വർക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ചിലപ്പോൾ വീട്ടിലുണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ത്രൂ ഔട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ കയറ്റിയ ദിവസമൊക്കെ ഞാൻ എല്ലാ ദിവസവും പോയിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം തിരിച്ച് പോന്നിട്ട് രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആള് ജനിച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് കോൾ വന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഇടാൻ പ്ലാൻ ചെയ്ത് വെച്ച പേരായിരുന്നു അത്, മിഴി എന്നുള്ള പേര്. എനിക്ക് മിഴിന്ന് ഇടണം എന്ന് എന്റെ കോളേജ് കാലം കൊണ്ടല്ലേ. കോളേജിൽ വെച്ച് ഈ മിഴിയുടെ അമ്മയെ തേടി കുറെ അവിടെ ഒന്നും കണ്ടില്ല. യെസ്, പക്രുചേട്ടനോടാണെങ്കിൽ പക്രുചേട്ടാ ഒന്ന് പറയാമോ, ഒരു എന്താ പറയുക ഡാഡ് ടു ബി അല്ലെങ്കിൽ ഒരു പാരന്റ്ഹുഡിലേക്കുള്ള ഒരു ജേർണി കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? വലിയ സന്തോഷമായിരുന്നു. ആദ്യത്തെ മോളുടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബിസി ആയിരുന്നു ആ സമയത്ത്. ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന, അല്ലെങ്കിൽ അവൾ ജനിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അവളുടെ കുട്ടിക്കാലവും കുറച്ച് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം പുതിയ ആളുണ്ടായപ്പോൾ ഈ അന്ന് മിസ്സായത് എന്തൊക്കെയാണോ അതെല്ലാം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീട്ടിലെ ഗൃഹാന്തരീക്ഷം മുഴുവൻ അന്നത്തെ ഒരു 10-15 വർഷത്തേക്ക് പിറകോട്ട് പോയിരിക്കുക ഇപ്പോൾ. കാരണം ഇവളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അതുപോലെ നോക്കി കൗതുകത്തോടെ, കാരണം അന്നത് കാണാൻ പറ്റിയിട്ടില്ല ഇദ്ദേഹത്തിന്. അപ്പോൾ അതിലൊരു ചെറിയ വിഷമം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ഇതാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പം പുള്ളിക്കാരുടെ കമന്ന് വീഴുന്നതും നടക്കുന്നതും എന്നെ അച്ഛന്ന് ആദ്യം വിളിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംഭവിക്കുകയാണ്. എനിക്ക് ആഗ്രഹമായിരുന്നു പെൺകുട്ടി വേണം. രണ്ടാമത്തെ ആളും പെൺകുട്ടി തന്നെ ആയാൽ വലിയ സന്തോഷം എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അല്ല, പുള്ളിക്കാരന് പെൺകുട്ടി വേണമെന്നുള്ളു, പക്ഷെ മോളായിട്ടല്ല, ഭാര്യയായിട്ട്. ഞാനും കൊച്ചിന് പേരിട്ട് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മയെ തേടി നടക്കുകയാണ്. കൊച്ചിന്റെ പേരെന്നാന്ന് കേക്കട്ടെ? കുഞ്ഞിന്റെ പേര് മല. ഇത് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബേബിനെ ആദ്യമായിട്ട്? കുട്ടീനെ ഞാൻ എന്റെ എനിക്ക് 2 ചേച്ചിമാരാണ്. ചേച്ചിമാർക്ക് 2 പേർ കൂടെ 4 മക്കളാണ്. ഈ സഹോദരൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എൻ്റെ ചേച്ചിമാർ 2 പേരും പ്രസവിച്ചത് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ്. ആ സമയത്ത് ഇവരുടെ എല്ലാ ഇതും, കാരണം അളിയന്മാർ, ഒരു അളിയൻ ദുബായിലായിരുന്നു, ഒരു അളിയൻ മൈസൂരാണ്. അപ്പോൾ അളിയൻ അവിടെ ജോലി ഇത് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. പപ്പയാണെങ്കിൽ ഈ പറയുന്ന പോലെ ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഓടിച്ചിരുന്നത്, പപ്പയ്ക്ക് വരാൻ പറ്റില്ല. ഇവരുടെ എല്ലാ ദേഷ്യവും തീർത്തിരുന്നത് എൻ്റെ അടുത്ത്. പിന്നെ നമ്മളതങ്ങ് എൻജോയ് ചെയ്യാണ്, കാരണം ഈ കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലാണ് ആദ്യം ഏൽപ്പിച്ചത്. അതൊരു ഭയങ്കര ഒരു ഞാൻ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ടാമത്തെ ചേച്ചി പ്രസവിച്ചത്. ഞാൻ എന്നിട്ട് അങ്കിളുടെ കൈ തരണമല്ലോ, പരീക്ഷപ്പെട്ട, കാരണം അവിടെ എന്ത് നടക്കണമെന്ന് പെട്ടെന്ന് എഴുതി തീർത്തിട്ട് എത്തിയപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് കുഞ്ഞിനെ കാണാൻ സാധിച്ചു. അത് ഇങ്ങനെ കൈ തരുന്ന ഓർക്കുമ്പോൾ അവർ എൻ്റെ മക്കൾ തന്നെ.
So cute. മണിക്കുട്ടൻ എന്നുള്ള പേര് എങ്ങനെയാ കുടുംബത്തിൽ വന്നപ്പോ? ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ പറയുന്ന പോലെ പലരും ചോദിക്കുന്നത് പേര് മറയ്ക്കാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല, ഈ മണിക്കുട്ടൻ എന്റെ പേര് തന്നെയാണ്. ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ ഒരു പപ്പ ജോലി ചെയ്തിരുന്നൊരു വീട്ടിലാണ് ഞാനൊന്ന് പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള ആൻറ്റിയുടെ പേരാണ് മണി. അപ്പോൾ എന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും എൻ്റെ ഒരുപാട് കാര്യത്തിന് വേണ്ടി എൻ്റെ മണി ആൻറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എൻ്റെ ഫാമിലി അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം മോൻ ജനിച്ചപ്പോഴത്തേന് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് മണിക്കുട്ടൻ എന്ന് പേരിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ മണിക്കുട്ടൻ എന്ന് പലരും പേര് കേൾക്കുമ്പോഴത്തേനും പേര് മാറ്റിക്കൂടെ, മറ്റേ പേര് വേണ്ടി. പക്ഷേ ഈ നമ്മുടെ ബാക്കി എല്ലാ കാര്യം, ഇപ്പം തോമസ് എന്നുള്ള പേര് ഞാൻ മതപരമായിട്ട് പറയില്ല, അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മുടെ നാട്ടിൽ ഈ സ്നേഹവും പരസ്പര സഹായവും തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മണിക്കുട്ടൻ എന്നുള്ള പേര് ചർച്ച തന്നെ ചെയ്യും. ആ നന്ദിക്ക് വേണ്ടിയാണ് ഞാൻ മണിക്കുട്ടൻ എന്നുള്ള പേര് ഇട്ടത്. അത് പൊളിച്ചു. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് പ്രഗ്നൻസി. അതെന്തിനായിരിക്കും ഞാൻ പറഞ്ഞെന്നുള്ള മനസ്സിലായോ? പിന്നെ തീർച്ചയായിട്ടും അതൊരു കണക്ഷൻ ആയിരിക്കും അല്ലേ? ആ കണക്ഷൻ ഞാനിവിടെ പറയാൻ പോവുകയാണ്. രോഹിത്തിന് വലിയ കൺഗ്രാജുലേഷൻ. അല്ല, പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു പെർഫോമൻസ്, ഈ വരാൻ പോകുന്നത് അങ്ങനെ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു പ്രഗ്നൻസി സ്റ്റോറിയാണ്. ഒരു വെറൈറ്റി പ്രഗ്നൻസി. ഹലോ, എന്താടാ? ഇവിടെ ഞാൻ പായസം കൊണ്ടുവന്ന് അടുക്കള വെച്ചിട്ടുണ്ട്, അവളുടെ അടുത്ത് കഴിച്ചത്. ഏതായാലും നമ്മുടെ ഒരു ഭാഗ്യമാണല്ലോ. എത്ര വർഷമായിട്ടാ നമ്മളൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഏതായാലും ആ കാട്ടുവൈദ്യൻ്റെക്ക് പോയത് ഭാഗ്യമായിപ്പോയി. കാട്ടുവൈദ്യന? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടാ. ഓക്കെ ശരി. ഇതെന്നാ ബിന്ദു ഇത്? ബക്കറ്റൊക്കെ എടുത്തോണ്ട് തന്നെ? അല്ല, ബക്കറ്റ് ഞാൻ എന്നും എടുക്കുന്നതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരൂല. അതെന്തിന്? അല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊരു ജോലിക്കാരായിട്ട് ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ടല്ലോ. നീ ഇവിടെ ഇരുന്നേ. ശരീരം അങ്ങനെ ഒരുപാട് അനങ്ങാൻ പാടില്ലാന്ന്. സത്യമായിട്ടായിരുന്നു. എനിക്കിപ്പോ എന്താ കുഴപ്പം? നീ അവിടെ ഇരുന്നേ. എന്താ? നമ്മളൊരു കുഞ്ഞിക്കല് കാണാൻ വേണ്ടി എത്ര വർഷമായിട്ട് ആഗ്രഹിക്കും. ഓടുന്നു. എന്തിനാ ഇങ്ങനെ വിഷമമുള്ള കാര്യം എന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് സങ്കടമാ. സങ്കടപ്പെടണ്ട, എന്തായാലും ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവും. എനിക്ക് വേറെ ജോലി ഉണ്ടൊന്ന് അതല്ല ബിന്ദു, അതല്ല. എന്നാന്നറിയാമോ, ഞാന് ഒരു കാട്ടുവൈദ്യൻ്റെക്ക് പോയായിരുന്നു. എന്തോ ഒരു കള്ളത്തരം. സത്യം പറയാം, നീ ചരിതാനങ്ങല്ലേ. ഞാന് ഇന്നൊരു കാട്ടുവൈദ്യൻ്റെക്ക് പോയി. അപ്പൊ അവിടുന്ന് ഒരു നിവേദ്യം തിന്നു, ഒരു പായസം. ആ പായസം നീ കഴിച്ചില്ലേ? അത് ഞാൻ കഴിച്ചു. ആ പായസം കഴിച്ചു കഴിഞ്ഞാല് ആകും, ശേഷം ഉണ്ടാവും. ശരിക്കും? പിന്നെ നിന്റെ പേരും നാളും പറഞ്ഞ് ഞാൻ ആ വഴുവ കഴിച്ചത്. അത് സത്യമായിട്ടും. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? നിന്നോട് പറയാൻ പാടുള്ളത് നീ അറിയാതെ കഴിക്കണം, എന്നാലേ അത് അതിന്റെ ഒരു ബലം ഉണ്ടാവുള്ളൂ. സത്യേട്ടാ, അപ്പം ശരിക്കും ഞാനൊരു അമ്മയാവോ? നീ ഒരു അമ്മയാകും, ഞാനൊരു അച്ഛനാകും, നമുക്കൊരു കുട്ടിയാകും. ഇനി എന്നുമിൻ പൊന്നുണ്ണിയല്ലേ ഒളിമിന്നി നീ എന്നുള്ളിലാകെ. റെസ്റ്റ് എടുക്കണം, നമുക്ക് റെസ്റ്റാണ് വേണ്ടത്. ഏതായാലും നമ്മൾ കുറെ കാലത്തിന് ശേഷം ഞാൻ ആ കാട്ടുവൈദ്യനെ കണ്ടു. നിന്റെ ബിന്ദു തൃക്കേട്ട നാളില് ഞാൻ ആ വഴിപാടം കഴിച്ചു. സത്യേട്ടാ, ഒരു കുഴപ്പമുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തുപറ്റി? ഞാനേ ആ പായസത്തിന്റെ പകുതിയേ നമ്മുടെ വീട്ടിലെ ജോലിക്കാരി ബിന്ദു ഇല്ലേ, അവക്ക് ഞാൻ കൊടുത്തു. ബിന്ദുവിന് പായസത്തിന്റെ പകുതി ഞാൻ കൊടുത്തു. അല്ല, അത് കുഴപ്പമില്ല, പേടിച്ചു പോയി. അത് കുഴപ്പമില്ല. എന്നാ അറിയുമോ, ഞാനിപ്പം നിന്റെ പേരും തൃക്കേട്ട നാളിലുമാണല്ലോ നടത്തിയ. അപ്പൊ അവിടെ പേര് ബിന്ദുവാണെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിന്നെ കുറിച്ചല്ലേടി ഞാൻ ആലോചിച്ച് അത് നിനക്ക് വേണ്ടി ചെയ്തതല്ലേ. അപ്പൊ അത് അങ്ങനെ ഒരിക്കലും വരും ഇല്ലല്ലേ. അപ്പൊ നമുക്ക് പെൺകുഞ്ഞാണെങ്കിൽ എന്ത് പേരാ സത്യേട്ട ഇടുന്നത്? എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്നിട്ട് നമുക്ക് പേര്. ഞാനല്ല, ആട് കരയണോ? ആരേട്ടാ? ചേച്ചിയെ, എന്താ മോളെ? എനിക്ക് പെട്ടെന്നൊരു ഛർദിലും തലകറക്കും ഒക്കെ. ഞാനേ ഒന്ന് വീട്ടിൽ പൊക്കോട്ടെ ഉച്ചക്ക്. അവള് വീട്ടിൽ പൊക്കോട്ടെ എന്ന് അവിടെ നാളെന്താന്ന് ചോദിച്ചു. അവിടെ നാളെന്താ ബിന്ദു
എന്താ സാറേ? രണ്ടുപേരുടെ പേരെന്താന്ന് നിന്റെ നാളെന്താന്നാ പറഞ്ഞേ? തൃക്കേട്ട. കേട്ട് തൃക്കേട്ട. ദുഃഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ജീവിതം അതു ജീവിതം. അല്ല അത് ബിന്ദു ഇവിടെ റെസ്റ്റ് കൊടുക്കണം, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം. അല്ല അത് റെസ്റ്റ് വേണമല്ലോ. അല്ല എന്റെ നമ്മുടെ ഞങ്ങളുടെ സാറേ, ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ മുതൽ നിങ്ങൾക്ക് എന്താ ഒരു വിഷമം? ഞാൻ എല്ലാ പണി ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ. അല്ല അതല്ല അതിന്റെ അത് വേറെ ഒരു ചെറിയ ഇത് ഞാനൊന്നും അറിഞ്ഞോണ്ടല്ലോ ബിന്ദു, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇതിപ്പം വൈദ്യം കൊടുത്തതല്ലേ, ഞാനല്ലല്ലോ. എന്റെ പൊന്നെ എന്നെ ഇങ്ങനെ സംശയിക്കില്ല, നീ ഇങ്ങനെ കരയാതെ സൂക്ഷിച്ചേ. എനിക്ക് തലകറങ്ങി നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അയ്യോ, നീ സങ്കടപ്പെടാതെ. ഞാൻ ചേച്ചി, എനിക്ക് തല ഇറങ്ങുന്ന ചേച്ചി. അതെ, എനിക്ക് കൊണ്ടടി കറക്കം. ആണോ? അയ്യോ, അത് കാര്യം പറഞ്ഞു മനസ്സിലാക്കാവളെ, അല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരിക്കും. മോളെ, എന്താന്നറിയോ, സത്യേട്ടനെ ഏതോ ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് കൊണ്ടുവന്നു, പെട്ടെന്ന് ഗർഭിണിയാവാൻ വേണ്ടിട്ട്. അതിന്റെ പകുതി ഞാൻ നിനക്കും തന്നു. അത് പകുതി അത് കുടിച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഫോൺ അടിക്കുന്ന സത്യേട്ടൻ. ഫോണ്. ഹലോ. ആ എടാ എങ്ങനെയുണ്ട്? ഇവിടെ പ്രശ്നമായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രശ്നമാണ്. ആണോ? ഇവിടെ ഇപ്പൊ ഞാൻ അതെ ഒരു കുഴപ്പം പറ്റിയത്, വേലക്കാരിട്ട് പണിക്കൊന്ന് പെണ്ണ് നിന്നിട്ടേ, അവള് ഛർദിച്ചു, പിന്നെ വൈഫ് ഛർദിച്ചു, അങ്ങനെ മൊത്തത്തിൽ ഛർദിലായി. എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് വിട്ടു. ആനാ എടാ എന്റെ ഭാര്യക്ക് ഛർദൽ കൂടിയിട്ടേ ഡോക്ടർ പറഞ്ഞതേ അത് ഫുഡ് പോയിസൺ എന്നാണ്. ആ കാട്ടുപോയി നമ്മളെ പറ്റിച്ച്. എന്നാ ശരിയാണ്. ഹലോ, ഞാൻ അവളെ അനിയത്തിയായിട്ട് ഏറ്റെടുത്തോളാം. നല്ല കളിയാ. ഇത് സംഭവമൊന്നും ഇല്ല ഇവിടെ, ഒരു കുഴപ്പമില്ല. അതേ ഒരു അബദ്ധം പറ്റിയതാ. ആ കാട്ടുവൈദ്യം തന്ന പായസം ഇല്ലേ, അത് ഫുഡ് പോയിസൺ അടിച്ചതാ. അത് കഴിച്ച എല്ലാവർക്കും ഛർദിച്ച, എല്ലാരും പെട്ടെന്ന് ആശുപത്രി പോകാൻ പറഞ്ഞു. അല്ല അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാനൊരു ആഗ്രഹം കൊണ്ടല്ലേ എന്റെ ബിന്ദു ഞാനിങ്ങനെ. കുഞ്ഞുകാല് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാട്ടുവൈദ്യന്റെ പോയി പായസം അല്ല ഉണ്ടാക്കട്ടെ നിങ്ങൾ. ബാക്കി എനിക്കറിയാം. ആശുപത്രി കൊണ്ടുപോവാ മനുഷ്യ. എല്ലാ ഉത്തരവാദിത്വം കൂടെ. അയ്യോ, ഹലോ, ബ്രേക്ക് പറഞ്ഞോ. നീയോടൊന്ന് ഛർദിക്കുവോ? അപ്പൊ എല്ലാവർക്കും ഒരു ബ്രേക്ക് പറഞ്ഞു. പറഞ്ഞോ, എന്നിട്ട് കാട്ടി ജോസിനെ കാണാൻ പോവാം. എന്നാ പിന്നെ ബ്രേക്ക്. നീയും കൂടെ ഛർദിക്കുന്നു. സത്യം പറഞ്ഞോ? എടി കൊന്നോളാം ഞാൻ. സത്യം പറഞ്ഞു. എനിക്കിപ്പോ അറിയണം. ഇതാണ് നിക്കറാടി. ഇതാരുടെ നിക്കറാടി ഇത്? എനിക്കറിയില്ല അത് ആരുടെയാന്ന്. എടി ഞാനന്ന് വള്ളി നിക്കർ ഉപയോഗിക്കുന്നില്ല. സത്യം പറഞ്ഞോ? നിന്റെ കള്ളക്കാമുല്ലേ? ടിപ്പ് കൊണ്ട് നീട്ടണായിരിക്കും. പിന്നെ ടിപ്പൂര് ഭ്രാന്തല്ലേ ആ ചുരമ്പടി ഇവിടെ കൊണ്ടിടാൻ വേണ്ടി. അയ്യോ അതല്ലെന്ന്, അപ്പുറത്തെ വീട്ടിലെ പട്ടി ടിപ്പുവിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഞാൻ ഒത്തിരി പട്ടിയെ കണ്ടിട്ടുണ്ട്. ഈ വള്ളി നിക്കറിട്ടോണ്ട് നടക്കുന്ന പട്ടി ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞോ? എനിക്കറിയില്ല എന്റെ ദൈവമേ. നിർത്ത്. എന്താ കേട്ടത്? പണ്ടത്തെ കാലത്താണ് ഭാര്യയും ഭർത്താവ് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നാണോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ? ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നമെന്നോ? എടാ ദാ ഇത് ഇവിടെ ഉള്ളതാണ് പ്രശ്നം. ഇതില്ലാത്തതല്ലേ പല സ്ഥലത്തും പ്രശ്നം. എടാ അതല്ലെന്നും ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം മിറ്റത്ത് ഈ നിക്കർ കിടക്കുന്നു. എടാ വള്ളി നിക്കർ ഞാൻ ഇടത്തില്ല. ഇവിടെ കള്ളക്കാമുന്റെ അല്ലടാ ഇത്. അല്ലേ ചേട്ടാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ പറയുന്ന കാര്യമുണ്ട്. ഇത് എന്തായാലും ചേട്ടനെ നിക്കറല്ല. അല്ല ചേട്ടാ എന്തൊരു വലുതാ നോക്കിയേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എടാ ഉദാഹരണത്തിന് നിന്റെ അയ്യത്താ കിടക്കുന്നെങ്കിൽ
നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? പറഞ്ഞ പോലെ എന്റെ വീട്ടിലെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഈ നിക്കർ വന്നത്? ഈ നിക്കർ ഇവിടെ എങ്ങനെ വന്ന്? അതാ ചേട്ടനെടുത്ത് വലിച്ചെറിഞ്ഞത്. അതല്ല, ആ ചേട്ടൻ പറഞ്ഞില്ല എന്റെ വീട്ടിൽ ഫ്രണ്ട് നിക്കർ വന്നെന്ന്. സത്യം പറഞ്ഞ ആരെ നിക്കറടിയത്? നീ ഒരുപാട് കളിക്കൽ എന്റെ സ്വാമിക്ക് ശരിക്കും അറിയത്തില്ല. എടാ ഉദാഹരണം. ഏത് സുധാകരന്റെ? ഏത് സുധാകരന്റെ നിക്കറ്? എനിക്ക് പറഞ്ഞേ പറ്റും. കഞ്ചാവ് നിർത്തടാ. എടാ ഞാൻ ഉദാഹരണത്തിന് ഈ നിക്കറിന്റെ അകത്ത് പറഞ്ഞല്ലേ. ഓ അങ്ങനെ ചുമ്മാ സംശയിച്ചു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ? ഈ പ്രണയിച്ച് കല്യാണം കഴിച്ച ദമ്പതികൾ വഴക്കുണ്ടാക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. നീ പ്രേമിക്കുന്ന കാലത്തെ കാര്യം നീ ഒന്നും പറയൊന്നും വേണ്ട. എടാ ഇവിടെ പ്രേമിക്കുന്ന കാലത്ത് എനിക്ക് ഇവിടെ കാണുമ്പോൾ ഭയങ്കര ഇംപ്രഷൻ ആയിരുന്നു. ഇപ്പോഴാ? ഇപ്പൊ ഡിപ്രഷനാണ്, അറിയാവോ? നിങ്ങൾക്ക് മാത്രമല്ല ഡിപ്രഷൻ, എനിക്കുണ്ട്. നിങ്ങൾ കേൾക്കണം. എനിക്ക് ഈ ജീൻസും പാന്റൊക്കെ ഇട്ടടക്കം ഭയങ്കര ഇഷ്ടാ. ഒന്നിന് ഈ ചേട്ടൻ സമ്മതിക്കൂലെന്നേ. അതല്ലെങ്കിൽ ഈ ജീൻസും പാന്റും നീ വലിയ ഇഷ്ടമൊന്നുമല്ല. നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കൊള്ളാം. എന്റെ മെക്കിട്ടേറ വന്നാലുണ്ട്. അതല്ലേ എപ്പോഴാണ് ബെൽറ്റൂരി അടിക്കുന്നത് പറയാൻ പറ്റൂല. അതെ, നിങ്ങൾ വെറുതെ കിടന്ന് തല്ലുകൂടണ്ട. ജീൻസ് ഇടണ്ട, പോട്ടെ. സാരി ഉടുക്കാലോ. സാരി ഉടുക്കാം. ആ, ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ കയറി സാരി എടുത്തു കഴിഞ്ഞാൽ ആ സാരിയുടെ തുമ്പ് ചേട്ടൻ ഇഷ്ടപ്പെടൂല. ഞാനിപ്പോ ഒരു സിൽക്ക് സാരി എടുത്തെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആ സിൽക്ക് സാരിയുടെ തുമ്പ് ചേട്ടൻ ഇഷ്ടപ്പെടൂല. ഞാനൊരു കോട്ടൺ സാരി എടുത്തെന്ന് വിചാരിക്കട്ടെ. ആ കോട്ടൺ സാരിയുടെ തുമ്പും ഇങ്ങനെ ഇഷ്ടപ്പെടൂല. നിങ്ങൾക്ക് എന്താ സാരിയുടെ തുമ്പ് ഇഷ്ടപ്പെടാത്തത്? തുമ്പിലല്ലേ റേറ്റ് എഴുതി വെച്ചേക്കണത് 3000 ഗുണവാ. സാരിക്ക് എന്റെ പട്ടി മേടിച്ചു കൊടുക്കും. അല്ല തടത്തുണി എടുത്ത് കൊടുക്കണി. നിങ്ങൾക്കറിയോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. വെഡിങ് ആനിവേഴ്സറിയാ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബോത്ത് ഓഫ് യു. ചേട്ടാ എന്നിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് വിചാരം ഉണ്ടല്ലോടി, ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കാം. പായസം ഉണ്ടാക്കിയ അത് അങ്ങനെയാണെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറി നമുക്ക് അടിച്ച് പൊളിക്കണം. പിന്നെ ഒരു ചെറുത് കീച്ചിട്ടൊന്നുമല്ല. നശിച്ച നിക്കറ്. നീ പോയി കേക്ക് സെറ്റ് ചെയ്യ്. ഓക്കേ, ഒരു കാര്യം പറഞ്ഞ ഹലോ സുനന്ദയുടെ വീടല്ലേ? അതെ ആണല്ലേ? അപ്പൊ ഓർഡർ ചെയ്ത ഗിഫ്റ്റുമായിട്ട് വന്നാ. ഗിഫ്റ്റ് അല്ലേ? അല്ല പൈസ അതെ, പൈസ ആയിട്ടില്ല. ഞാൻ പേ ചെയ്ത് തന്നാ മതിയോ? എവിടെയാ സ്കാനർ ഒന്ന് കാണിച്ചേ. എന്റെ കയ്യിലല്ലോ. അയ്യോ, ഇറർ കാണിക്കണേ. ടെൻഷൻ വേണ്ട, പതിയെ അയച്ചാ മതി. ധൃതിയിലെനിക്ക്. അതെ ചേച്ചി, അല്ല വെപ്രാളം എടുത്തിട്ട് കുറച്ച് വെള്ളം കിട്ടുന്നെങ്കിൽ. വെള്ളം അതിപ്പോ തരാട്ടാ. അതെ, ഒരു ഗ്ലാസ് പായസം തരട്ടെ? അയ്യോ പായസം വേണ്ട. അല്ല, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, അതുകൊണ്ടാ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് പായസം വേണ്ട. 350 ഷുഗർ. അത് കുഴപ്പമില്ല, ഞാൻ പഞ്ചസാരയൊക്കെ കുറച്ചായിട്ടേക്കുന്നു. ആണല്ലേ? ഒരു ഗ്ലാസ് എടുത്തോ. ശരി കേട്ടാ, ഇത് ഞാൻ നോക്കണുണ്ടേ. പായസം കുടിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നമാവോ? കൊച്ചു സ്നേഹത്തോടെ തരുമല്ലേ, എന്നാലും കുടിച്ചേക്കാം. ഞാനിത് നോക്കട്ടെ, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. അയ്യോ അയ്യോ അയ്യോ, വിയർക്കുന്നല്ലോ. തലകറങ്ങണ പോലെ തോന്നല്ലോ. ഷുഗർ ലെവൽ കൂടിയാ. അയ്യോ, നാക്കൊക്കെ റിസ്ക് ആയല്ലോ. അയ്യോ അയ്യോ. അതെ, സെന്റായേ. ഞാനെന്തോന്ന് ഇരുന്ന് ആലോചിക്കുന്നേ. ചേട്ടാ അനങ്ങണില്ലല്ലോ. ചേട്ടാ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചാടി വന്നിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിയാ. എന്റെ ദൈവമേ, അയാള് വന്ന് എന്നെ കൊല്ലും. ചേട്ടാ ഒന്ന് എഴുന്നേറ്റ് പോടോ. ദൈവമേ, ഒരു കാര്യം ചെയ്യാം, ചാക്കിട്ട് മൂടി വെക്കാം. എന്റെ ദൈവമേ, ഇപ്പെങ്ങാനും ചേട്ടൻ വന്ന അല്ലെങ്കിൽ ചൂടുവെള്ളം തിളപ്പിക്കണ്ടടി, ഉള്ള പൂസ് പോവും. അയ്യോ, ഞാനിതെങ്ങനെ പിടിച്ചു നീക്കാനാ എന്റെ ദൈവമേ. ആരുടെയാണ് ഇതാരുടെയാണ്? അവന്റെ ആയിരിക്കും. അവന്റെ തന്നെ പൊന്നേ.
ഒത്തിരി ഉള്ളവൻ എതിലെയൊക്കെ കൊണ്ടിടും. ഒരെണ്ണം ഉള്ളവൻ കഷ്ടപ്പെട്ട് അതും നോക്കി വളർത്തി അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കും. ആരും ഇല്ലേ? സുനന്ദേ, സുനന്ദേ. അയ്യോ അമ്പിളി കണ്ടത് കമ്പിളി അമ്മാവൻ. അമ്പിളി നാരങ്ങ അല്ല അതല്ല. അയ്യോ അമ്പിളി. അയ്യോ എന്തായിരുന്നു പേര്? എടി അമ്പിളി. എനിക്കും തെറ്റുവാണുള്ളത്. കമ്പിളി കണ്ടത്തെ അമ്പിളി അമ്മാവൻ. അമ്പിളി മാമൻ. അമ്മാവ ഇവിടെ ആരും ഇല്ല. അമ്മാവ പോയിക്കോ. എന്നാ പറഞ്ഞേ? അല്ല നീ എന്നാടി പറ? നിനക്ക് എന്തോ വെപ്രാളം പോലെ. അമ്മാവൻ എന്താ ഇപ്പൊ പെട്ടെന്ന് വന്നേ? പെട്ടെന്ന് വന്ന എന്നാന്നോ? എന്റെ അടി ഒന്നും പറയണ്ട. അവിടെ ഭയങ്കര മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാ. ആണോ? ഞാനും ചേട്ടനും കൂടി മലയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരുന്നതാ. ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വരണ്ട. മലയെല്ലാം ഒലിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്തിരുന്ന് കാണാം. ഇതെന്നതാ അടി? ഇത് കൊലയാ. കൊലയോ? ദൈവമേ, സാക്ഷി പറഞ്ഞു വരും. ഞാൻ അടുത്ത പ്രകാശത്തിന് പോവാ. അല്ല അമ്മാവ അതല്ലെന്ന്. വാഴക്കൊല, വാഴക്കൊല പഴുപ്പിക്കാൻ. വാഴക്കൊലയായിരുന്നോ? എന്നാ മുഴുത്ത കൊല ചെയ്ത് ഇത് പിടിച്ചത്? ഞാൻ നോക്കട്ടെ. ഇത് പാളയം കോടനാ. പിഞ്ച് സാധനമാണല്ലോടി. ഇത് പഴുക്കണം. അടിയിലൊക്കെ പഴുത്ത് കിടപ്പുണ്ട് രണ്ടെണ്ണം. ഇത് കുഴപ്പമില്ല. ഇതന്നെ കാളാമുണ്ടനാന്ന് തോന്നുന്നു. ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്നതാണ് നിനക്ക് ഇത്ര വെപ്രാളം? എന്തോ ഉണ്ടല്ലോ. എന്നാൽ ഈ കൊല കോല അവിടെ ഇരുന്നോട്ടെ. കോല പഴിപ്പിക്കാൻ വെച്ചേക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, അമ്മാവൻ വന്നല്ലേ ഉള്ളൂ, പോയി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇതിന്റെ അകത്ത് ആ പഴുത്ത സാധനം അത് പഴുക്കട്ടെ. ചായയുടെ കൂടെ കഴിക്കാൻ. ചായ ഞാൻ തരാം. അമ്മാവൻ അകത്തേക്ക് പോ. ഈ റെസ്റ്റ് ഒക്കെ തിന്നു കഴിഞ്ഞാ എന്നാലും എന്റെ ഈശ്വര, എന്നെ കൊല്ലൂന്ന് അങ്ങേര് വന്നാല്. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അയ്യോ ചേട്ടാ. ഒന്നുമില്ല. ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എപ്പ വരാൻ പാടില്ലായിരുന്നോ? അയ്യോ വരണം, ചേട്ടൻ വരണം. നിനക്ക് എന്താടി? എനിക്ക് ഞാൻ ചോദിക്കട്ടെ, നീ അപ്പുറത്ത് ചെന്നപ്പോ അവന്റെ വൈഫ് പറഞ്ഞായിരുന്നു എന്തോ സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ്, ചേട്ടനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തരും. ഇങ്ങോട്ട് വാ. ഇവിടെ കൊണ്ടിട്ടെ. ഇതാരാണ് ഇവിടെ കൊണ്ടിട്ടെ? ഞാൻ ഇവിടെ നേരത്തെ കളഞ്ഞ നിക്കറ. അപ്പൊ ഞാൻ പോയ സമയത്ത് നിന്റെ കാമുകൻ ഇവിടെ വന്നല്ലേ? എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇവിടെ വന്നേന്ന്. അപ്പൊ നിന്റെ കാമുകൻ മുറിക്കാത്തോണ്ടല്ലേ? ഈ കാമുകനെ പെരക്കാത്ത വെച്ച് അടച്ചിട്ട് എന്റെ ഭാര്യയുടെ രഹസ്യ കാമുകനെ ഞാൻ പിടിച്ചേ. എന്റെ കാമുകൻ വലിച്ച് ഇതിനും പേരെ നിന്റെ കാമുകനെ പിടിച്ചാ മതിയായിരുന്നു. അമ്മാവാ, ആരാടാ അത്? മാമാ ബാസി. അമാവാസിയോ? അല്ല അമ്മാവ ബാസി വന്നെന്ന്. ബാസി എന്താണ് അവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും? എന്താ പ്രശ്നമെന്നോ? എന്റെ അമ്മാവ ഈ നിക്കറാണ് പ്രശ്നം. ഇത് ഇവിടെ കള്ളക്കാമുകന്റെ നിക്കറാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നിക്കറാണിത്. കള്ളക്കാമുകന്റെ? എടാ, ഇത് അവിടെ കിടന്ന സാധനം ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതല്ലേ? നിന്റെ കാറ്റത്ത് പറന്നു പോയെന്നോർത്ത് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടതാണ്. അമ്മാവ എടുത്തോണ്ട് വന്നതാണ്. ഇനി അല്ലാതെ ആശം പിടിക്കാനായിട്ട് ഒരു നിക്കറ് കണ്ട. വെറുതെ എന്നെ സംശയിച്ചില്ലേ? വെറുതെ എന്നെ സംശയിച്ചില്ലേ? ഇപ്പൊ സംശയിച്ചില്ലേ? എന്താണ് സൗണ്ട്? എന്താ കേൾക്കണല്ലേ? സൗണ്ട് കേൾക്കണില്ല. അപ്പൊ നിന്റെ കള്ളക്കാമൂനെ പിടിച്ചടി. കള്ളക്കാമൂനെ പിടിച്ച് കണ്ട. ഞാൻ കാണാതിരിക്കാൻ വേണ്ടി ചാക്കിട്ട് മൂടിയൊക്കെ ഇവിടെ കള്ളക്കാമുകൻ അമ്മാവൻ കണ്ട. കള്ളക്കാമുകൻ, കള്ളക്കാമുക. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. പതിരടിച്ചാൽ നിനക്ക് പതിര. എന്റെ ചേട്ടാ, ഞാൻ ഈ ചേച്ചിയുടെ കള്ളക്കാമോനൊന്നുമല്ല. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ആണോ? അപ്പൊ ഈ ചേച്ചി ചേട്ടന് തരാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. അത് തരാൻ വേണ്ടി വന്നതാ. അപ്പൊ ഈ ചേച്ചി സന്തോഷം കൊണ്ട് എനിക്കുള്ള പായസം കൊണ്ട് തന്നു. ഞാനത് കുടിച്ചപ്പോ എന്റെ ഷുഗർ ലെവൽ കൂടി. പിന്നെ ഞാൻ ഈ ചാക്കിന്റെ അടി എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്കറിയില്ല. എടാ, അത് ഈ പഴാന്നോർത്തെ വാഴക്കൊലയാന്നോർത്ത് അതിലെ വിധിയൊക്കെ പിടിച്ച് ഞെക്കിയാർന്ന് വേദന എടുത്തോടാ കൊച്ചേ. ഞാൻ അതല്ല അമ്മ ആലോചിക്കുന്നത്. ഇവരെങ്ങനെ ഈ ചാക്കിലടി വന്നെന്ന്? അതിനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരുത്തനാ. നിങ്ങളുടെ ഈ സംശയം കാരണം ഇങ്ങനെ തല ഇറങ്ങി വീണപ്പോ ഞാൻ ആ ചാക്കെടുത്ത് ഇങ്ങനെ മൂടി ഒളിപ്പിച്ചത്. എന്നെ ഇതുപോലെ സംശയിച്ചോണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായേ. ക്ഷമിച്ച് കളയാ. എനിക്ക് പറ്റി. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു.
ഇപ്പൊ പറ്റിപ്പോയി. അത് പോട്ടെ 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 പോട്ടെ. എന്നെ സംശയിക്കും ഇല്ലല്ലോ, പോയി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഉറപ്പ് താനും ഇല്ലല്ലോ, സംശയിക്കത്തില്ല. ആ, സംശയിക്കത്തില്ല. പിന്നെ അവന്റെ പൈസ കൊടുത്തു വിട്ടെ. ചേച്ചി പൈസ കയറിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് പോ. പോട്ടെ പോട്ടെ. നീ ശരിക്കല. എന്തെല്ലാം ഇടങ്ങേടുണ്ടായ ഹലോ, അപ്പൊ ഇന്നത്തെ ദിവസം വഴക്കുമില്ല വക്കാളുമില്ല സംശയമില്ല ഒരു പ്രശ്നമില്ല. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെ മകൻ സർപ്രൈസ് ഗിഫ്റ്റ് കേക്ക്. ഈ കേക്ക് കട്ട് ചെയ്ത് ഈ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഇന്ന് ആഘോഷമായിട്ട് ആഘോഷിക്കുന്നു. റെഡിയല്ലേ? അപ്പൊ ഇതായിരുന്നു നിന്റെയൊക്കെ സർപ്രൈസ് അല്ലടാ. കേക്ക് തുടങ്ങി. അടിച്ചോണ്ടെന്നപ്പം പറഞ്ഞാണ് സർപ്രൈസ്. അപ്പൊ രണ്ടുപേര് ചേർന്ന് ഈ കേക്ക് മുറിക്കുന്നു. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ അടിച്ച് പൊളിക്കുന്നു. അപ്പൊ എന്റെ സംശയം ഇനി മേല എന്റെ പൊന്നിനെ ഞാൻ സംശയിക്കില്ല. അപ്പൊ ഐശ്വര്യമായിട്ടൊരു പുതിയ ജീവിതത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. ഇത് ഇങ്ങോട്ടും ആ ഇവിടെ ഇവിടെ അച്ചാറുണ്ടായിരുന്നല്ല. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഭാര്യമാരെ സംശയിക്കരുത്. കാരണം മരണം വരെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണ്. അറിയാവോ? സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ്, ദേവതയാണ്, ഭൂമി ദേവിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇനി ആരും പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയോ സംശയിക്കുകയോ ചെയ്യരുത്. ഞാൻ പൊക്കോട്ടെ. ഈ സമയത്ത് എവിടെ പോന്നു? എന്റെ വീട്ടിൽ പോണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാം മാവാ. അത് പറ്റിയാൽ അമ്മായി തന്നെ ഉള്ളു, എനിക്ക് ചെല്ലണം. അതിനിപ്പോ എന്തുവാ? എടാ, രാവിലെ പാൽക്കാർ വരും, കേബിളുകാർ വരും, ബാങ്കുകാർ വരും. അവളുടെ മനസ്സെങ്ങാനും മാറിയാലോ? വയസ്സാം കാലത്താ? പിന്നെ വയസ്സായെന്നല്ലേ ഉള്ളൂ, മനസ്സിപ്പോഴും ചെറുതല്ലേ. ഉമ്മാവൻ പോടാവുന്നു. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മളിതാ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ടാസ്ക് എന്നാന്നുള്ളത് ഏകദേശം മനസ്സിലായി. അതായത് ഈ പെട്ടിക്കുള്ളിൽ ഒരു കുട്ടി ബലൂൺ ആണോ വലിയ ബലൂൺ ആണോ എന്നറിയില്ല, ഒരു ബലൂൺ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഏതോ സൈഡിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ, ജോസ് പ്രകാശ്, ഈ കാണുന്ന സ്ക്യൂവേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ പോലെയുള്ള എന്നാ പറയുന്നേ, വലിയ ടൂത്ത് പിക്ക്, വലിയ പിന്നല്ലാണ്ട് കൊള്ളി. ഈ കൊള്ളി വെച്ച് ഒരൊറ്റ കുത്ത്, ആ കുത്തിൽ ബലൂൺ പൊട്ടിയാൽ നമ്മൾ വിജയിച്ചു. അത്രേ ഉള്ളൂ. പക്രുചേട്ടന് തീരുമാനിക്കാം ആരാണ് ആദ്യം. ആദ്യം ഈ ഓർഡർ തന്നെ ആദ്യം മണിക്കൂട്ടം ഇവിടുന്ന്. ഓക്കെ, ഒറ്റ 10 കഴിഞ്ഞു. ചാൻസ് പോയി. അപ്പോ മണിക്കൂട്ടന്റെ മിമിക്രി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എലീന പട്ടിക്കലിന്റെ ചാൻസ് ആണ്. ജയിച്ചിരിക്കുകയാണ്. എന്റെ ബാക്കിൽ കണ്ടുണ്ടോ ഒരു പോയിന്റ്. സന്തോഷം. കാരണം എന്താണെന്നറിയോ പക്രുചേട്ടാ, ഓർക്കുന്നുണ്ടോ പണ്ടൊരു ബലൂൺ ഗെയിം? അല്ല, അത് തീർന്നിട്ടില്ലല്ലോ, ഇനിയുണ്ട് ഇവർക്ക് ചാൻസ്. അല്ല, പണ്ടൊരു ബലൂൺ ഗെയിമിൽ ഇതുപോലെ ഞാൻ കളിച്ച് വിജയിച്ച് വന്ന് ലാസ്റ്റ് തോറ്റ് തുന്നമ്പാടി ഞാൻ പോയി. അപ്പൊ അടുത്ത ബലൂൺ വെക്കാം നമുക്ക്. അയ്യോ, കണ്ടോ, അത് ഭയങ്കര സക്സസ് ആയിരുന്നു. അടുത്ത ബലൂൺ വരട്ടെ. കലേഷ്, നമ്മൾ തിരിഞ്ഞേക്കണം. വാ, തിരിഞ്ഞേക്കണം. ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ ഇവിടെ കണ്ണുണ്ടോ? എന്റെ കണ്ണില്ല. റെഡി ആയിരിക്കുന്നു, തിരിഞ്ഞോളൂ. പിന്നെ പ്ലാൻ ചെയ്ത് കുത്തറ. എന്റെ അമ്മയെ കണ്ണിക്കുത്താനല്ല പറഞ്ഞേ. സെറ്റ് പൊളിച്ച് ചെറുക്കെ. മണിക്കൂട്ട, നിന്റെ ചാൻസ്. മണിക്കൂട്ടൻ ചേട്ടനാണ് ബലൂൺ പൊട്ടി. എന്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, ബലൂൺ പൊട്ടില്ല. കാരണം അവിടെ ശരി, അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ എവിടെയോ ബലൂൺ ഉണ്ട്. പ്രസംഗമൊന്നും വേണ്ട, കുത്ത്. അല്ല, ഓളം വെക്കണ്ടേ? ഓളൊന്നും വേണ്ട, അയച്ചൊക്കെ മനസ്സിലായി. എവിടെയൊന്നും നോക്കണേന്ന് നിങ്ങൾ കാണുക. പോകുന്നില്ലല്ലോ, അടിക്കേ. അവിടെ അല്ല ബലൂൺ എന്നാണ് ഞാൻ പറയാൻ വന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ ചേട്ടൻ, മണിക്കൂട്ടൻ ചേട്ടാ, നിക്ക്. അവിടെ അല്ലായിരുന്നു,
അവിടെ അല്ലായിരുന്നു. എലീന. ഇനി അടുത്തതായിട്ട് എലീന പഠിക്കൽ എലീന ഇത് നോക്കുന്നുണ്ട്, ഈ ഹോളിൽ കൂടെ നോക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഫൗളാണ്. ഹോളിൽ കൂടി നോക്കിട്ട് കണ്ണ് കെട്ടിട്ട് കുത്താൻ കൊടുക്കും. ഇത് ഞാൻ കണ്ടു കേട്ടാ പോണെ. ഈ ഹോളിൽ കൂടെ നോക്കി കുഴപ്പമില്ല, കണ്ണടച്ച് കുത്തിക്കോ. അതായത് കണ്ടു. ഇല്ല പ്രേക്ഷകരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു ബോക്സ് ഈ ഹോളിൽ കൂടെ കള്ളക്കളി, ഈ ഹോളിൽ കൂടെ നോക്കി കണ്ടുപിടിച്ചു. എന്തായാലും കുത്ത്. നോക്കാലോ. ഇനി ജയിക്കും. സമയം കളയണ്ട. ഇല്ല കണ്ണടച്ച് കുത്ത്. കണ്ണടച്ച് കുത്തണോ? കണ്ണട ചൂട്ടിയാൽ എവിടെ ഓക്കെ. ചേട്ടാ എന്തോ കട്ടപ്പൂത്തണോ ഇങ്ങനെ കുത്താം? അങ്ങനെ കുത്താൻ പാടില്ല, മുകളിൽ നേരെ താഴേക്ക് അങ്ങനെ പറ്റുള്ളൂ. സഹോദരി നീങ്ങിക്ക്. അടുത്ത് നിന്നാ തന്നെ തോൽവി ഉറപ്പാ. ഓക്കെ, നടന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഉള്ളിൽ ബലൂൺ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഇപ്പോൾ സംശയമാണ്. മണിക്കൂട്ടൻ നടന്നിട്ടില്ല. ചൂടോ തണുപ്പോ അത് പറയാൻ പറ്റില്ല. ചൂടോ തണുപ്പോ? പൊട്ടി എലീന. അല്ലേ ഞാൻ കുത്തി. എലീന. അല്ലല്ലോ, എന്റെ കളി പൊട്ടിയാരോ പറഞ്ഞുള്ളി. ഞാൻ വന്ന എന്റെ അടുത്ത് പറയും പൊട്ടി. ഇനി ബിബിൻ. ചേട്ടാ സൗണ്ടിന് വേണ്ടി ഞാൻ കാതോർക്കുകയാണ്. അവസാനിപ്പിക്കാണ്. കഴിഞ്ഞു. കുത്താൻ പറ്റും. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഓക്കെ, നടന്നിട്ടില്ല. ഇതിനകത്ത് ബലൂൺ ഇല്ലെന്ന് മണിക്കൂട്ടൻ. നോക്കിയതല്ലേ. നോക്കി മണിക്കൂട്ടൻ എന്താ കേട്ടണേ? ഇല്ല. അടുത്തത് അന്ന ഇതിപ്പോ ആണി അടിച്ചോണ്ടിരിക്കും. ഇത് എവിടെ? ഓക്കെ നോക്കി ഇല്ലെന്ന്. ഓക്കെ, സെറ്റാണ്. എന്റെ കഴിഞ്ഞു. അപ്പൊ ഇനി അത് ഊരി എടുത്തു. എല്ലാം ഊരി എടുത്തിട്ട് ഒന്നേന്ന് പറഞ്ഞു ഇനി അവിടെ വെക്ക്. ഒരെണ്ണം ഉണ്ട്. സോറി, എനിക്ക് തോന്നുന്നു ഇനി ബുദ്ധിപരമായിട്ടുള്ള തീരുമാനത്തിൽ ബിബിൻ ചേട്ടൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാ വരികയാണ്. ബലൂൺ പൊട്ടുകയാണ്. പക്ഷേ ഇല്ല എന്ന് തർപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം എടുക്കുന്നു. ഓക്കെ, ചലഞ്ച് ബെസ്റ്റ് ഓഫ് 3 എന്നുള്ള രീതിയിൽ ലാസ്റ്റ്. കമോൺ മണിക്കൂട്ടൻ ചേട്ടാ, 3 തവണ. ഹലോ, 2-2 എനിക്ക് കൊണ്ടുവരണം, മണിക്കൂട്ടൻ ചേട്ടൻ കൊണ്ടുവരണം. അതിന് തോൽവി എനിക്ക് വല്ല പുത്തിരിയാണ്. അതിനല്ല, ഒരാളും കൂടെ പൊട്ടിക്കണ്ടേ ബക്രു ചേട്ടാ? ഒരാളും കൂടെ പൊട്ടിക്കണം. ഇനിയിപ്പോ ഒരു കാര്യമുള്ളത്, അവർ രണ്ടുപേരും ബലൂൺ പൊട്ടിച്ചിട്ടുണ്ട്. ബിബിൻ ആ കളിയും പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു സെഗ്മെന്റ് ഇവിടെ നിർത്തുവാണ്. ഇനി ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്, അതിലും നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നത്. നോക്കിയേ, ബെറ്റ് വെച്ചോ, അടുത്ത കളിയും ഞാൻ പൊട്ടിയില്ലെങ്കിൽ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് മിസ്റ്റർ മണിക്കുട്ടൻ ആൻഡ് എലീന പാടിക്കൽ. അപ്പൊ അടുത്ത സെറ്റപ്പ് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ടിഷ്യൂ പേപ്പർ കണ്ടല്ലോ, അങ്ങനെ വെച്ചിരിക്കുന്ന, അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ നടുക്കൊരു ചെറിയൊരു കനത്തിൽ സാധനം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് സ്പ്രേ എടുത്ത്, ഒരാൾക്ക് ഒരു സ്പ്രേ പറ്റുള്ളൂ ഒരേ സമയത്ത്. ആണോ? ഒറ്റ തവണ അടിച്ചാൽ മതി. അതിനകത്ത് അത് താഴോട്ട് കീറി പോകരുത്. കീറി പോയാൽ ഔട്ടാവും. അല്ലാതെ എത്ര സ്പ്രേ കൊടുത്തിട്ട് അതങ്ങനെ നിർത്തുന്നോ അതാണ് ഏറ്റവും വലുത്. അങ്ങനെ 6 അടിക്കുമ്പോ നിർത്തുന്നു, അത് താഴെ പോകുന്നത്, ആ സമയത്ത് അയാൾ മാറി. അപ്പൊ ആദ്യം ബിബിൻ തുടങ്ങും ഒരു സ്പ്രേ. അയ്യോ, എന്റെ ഐഡിയ പോയി. അടിക്കട്ടെ. ഓക്കെ, ഇനി പെട്ടെന്നായിക്കോട്ടെ. അതല്ല, സ്പ്രേ ചെയ്യണം. അങ്ങനെ മഴയത്ത് പോയിട്ട് ചെടി നനക്കണം. ഇനി ഇതിൽ സ്പ്രേ ചെയ്തിരിക്കുന്നത് അല്ലല്ല, ഒരു കാര്യമുണ്ട്, സ്പ്രേ ചെയ്യണം, നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ഓക്കെ ഓക്കെ, എലീന. ഓക്കെ, ഒന്ന് ക്ലാപ്പ് കൊടുക്കുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് പറ്റില്ല, താഴേക്ക് വരണം, സ്പ്രേ വീഴണം. ഓക്കെ ഓക്കെ, ഞാൻ അടിക്കും. 3 പേർക്ക് വേണ്ടി കളിക്കണം. ഓക്കെ, അതാ അതിശക്തമായി. അങ്ങനെയല്ല, ഇങ്ങനെ ബാലു, ഇങ്ങനെ എലീന ഇതിന്റെ അടി കൂടെ കടിക്കുന്നു. കള്ളക്കളി. പോണാർന്നു. ജഗതിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇവന്റെ അണ്ണാക്കി കയറി. ചേട്ടാ, ഫയർഫോഴ്സിന് വിളിക്കാം.
അടി സക്കേ. വീഴ്ത്തലല്ലേ കളി? എടേ, അത് ഇല്ല, അതില് വീഴുന്നില്ല, അതില് വീണു. എലീന അടിച്ചത് അതിൽ വീഴുന്നില്ല. ഞാൻ വെച്ച 2. ഓ മാൻ നോ. പവറില് ചെയ്യുന്നത് വിപിനാട്ടോ, ബാക്കിയൊക്കെ എലീന മെഡിക്കൽ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താണ്? നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ അല്ല, പണിഷ്മെന്റ് അല്ലേ? അതെ. ശിക്ഷ ചേട്ടാ, അലീന നോക്കിയാണ് ഇത് ചേട്ടാ, എലീന നോക്കിയല്ലേ ഇത് വീട്ടിൽ കൊണ്ട് ബജ്ജിയായി കഴിക്കാവുന്നു. ഒന്നും പറ്റില്ല. അന്തസ്സായിട്ട് കഴിക്കണം. കുഞ്ഞുപെങ്ങൾ പണ്ട് അല്ല കടിച്ചോ? കുറച്ച് കടിച്ചാ പോരെ. ആ, എരിവുണ്ടോ? അയ്യോ, തറയപ്പ്. അത് ലേലം വിളിക്കാം. നമ്മുടെ സിൽക്ക് സ്മിതയുടെ എലീന കടിച്ച ബാക്കി വന്ന മുളക് 50 പൈസ ലേലത്തിൽ വെച്ചേക്ക്. ലേലം 10 ലക്ഷം അല്ലല്ലോ. രണ്ടാമത്തെ കളിയിൽ ഇവർ രണ്ടും വിജയിച്ചിരിക്കുകയാണ്. ഏത് ഇവർ രണ്ടുപേരും? മണിക്കുട്ടനും. അപ്പൊ കഴിഞ്ഞ കളിയും ജയിച്ചതുകൊണ്ട് മണിക്കൂറിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കണം. അല്ല ഗൈസ്, അപ്പൊ അങ്ങനെ മുളക് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. എവിടെ ചെന്നാലും ഞാൻ ജയിക്കുകയാണ്. കഴിഞ്ഞ കളിയിലും മണിക്കുട്ടൻ സേഫ് സോണിലായിരുന്നു. ഈ കളിയിലും സേഫ് സോണിലായിരുന്നു മണിക്കുട്ടൻ മാത്രം. അതുകൊണ്ട് ഈ 2 ഗെയിമിലും കൂടെ കണക്ക് കൂട്ടുമ്പോ മണിക്കുട്ടനെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന. ഹലോ, എന്താ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. മനോജ്. ആയിക്കോട്ടെ. എന്താ ഇവിടെ? അല്ല, ഒന്നുമില്ല. വന്ന അല്ല, എന്താ ഫ്ലോറിൽ എന്താ കാര്യം? സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ കല്യാണമായിരുന്നേ. അപ്പൊ കല്യാണം രാവിലെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു. രാത്രിയായില്ലേ? ഹാപ്പി മാരീഡ് ലൈഫ്. അതൊക്കെ ശരി. പക്ഷെ ഇനി ആദ്യ രാത്രിയാണ്. ടെൻഷൻ ഉണ്ടോ? കുറച്ച് നേരം കൂടെ കഴിയുമ്പോ പെൺകുട്ടി റൂമിലേക്ക് വരും. സംസാരിക്കണം. ഒരു ടെൻഷൻ. ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം ഈ സ്ത്രീകളോടൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാ. ചേട്ടാ, ഇതൊന്നും പേടിക്കണ്ട. ഇതൊക്കെ വളരെ ഈസിയാണ്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഈ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. മനോജ് ആദ്യം വരിക, കയ്യിൽ ഒരു ഗ്ലാസ് പാല്. ടെൻഷനെ കംപ്ലീറ്റ്, അതായത് ഫീൽ ഫ്രീ. ഇതൊക്കെ ഒരു 10-15 പ്രാവശ്യം ചെയ്ത് കാലിന്റെ ഒരു പാലെടുക്കുമ്പോ ഓക്കെ, പാലും കൊണ്ട് വരിക. റൂമിന്റെ വാതിൽ തുറക്കുക. അപ്പം വൈഫ് തിരിഞ്ഞിരിപ്പുണ്ടാവും. പിന്നെ പതുക്കെ അങ്ങോട്ട് കേറുക, പാല് കുടിക്കാൻ കൊടുക്കുക. പിന്നെ അവിടെ ഒന്നുമില്ല. ഞാനാണോ പാല് കൊണ്ടുപോകേണ്ടത്? അല്ല, സോറി, പെൺകുട്ടി പാലും കൊണ്ടുവരും. ആരുടെ ഉപദേശിച്ചൊക്കെ കേൾക്കണേ. നിങ്ങൾക്ക് അങ്ങനെ പേടി തോന്നാൻ കാര്യം എന്താണ്? പെൺകുട്ടികളെ അങ്ങനെ പേടിക്കാൻ കാര്യം എന്താ? ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ പെൺകുട്ടികളുമായിട്ടൊന്നും അങ്ങനെ സഹകരിച്ചിട്ടും സംസാരിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ വീട്ടുകാരെല്ലാം കൂടി പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ പറ്റില്ല. അയ്യോ, ഒരാൾക്ക് മാത്രം ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എലീന ഒന്നും കൂടെ ഒരു കുട്ടി. അല്ല എലീന വേറെ ഒന്നുമല്ല, പുള്ളിക്കാരനൊരു ചെറിയൊരു ഭയമുണ്ട്. ഇന്ന് കല്യാണം പുള്ളിയുടെ രാവിലെ കഴിഞ്ഞു, ഇന്ന് ആദ്യരാത്രിയാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. പെൺകുട്ടികളോട് അത്ര വലിയ ഒരു ഇതൊന്നുമില്ല. അപ്പൊ ആ ഒരു ഭയം ഒന്ന് മാറ്റി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് റിലാക്സ് ആക്കി കൊടുത്താൽ ബ്രോ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഭയങ്കര പീസ്ഫുൾ ആവുക. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനെക്കാട്ടിലും ടെൻഷൻ ആയിരിക്കാൻ ചിലപ്പോൾ വരുന്ന പെൺകുട്ടിക്കും. നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മളും ഫ്രീ ആവും. മനസ്സിലായില്ലേ? ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. അങ്ങനത്തെ രീതിയിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റ് ആളെടുത്ത് തന്നെ വന്നു. നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. അത് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക, അതായിരിക്കും നല്ലത്. അല്ല, എനിക്ക് മനസ്സിലായില്ല എന്താ ചെയ്ത് കൊടുക്കുക നമുക്ക്. അല്ല, പാലും കൊണ്ടുവരുന്ന കാര്യം ഒന്ന് ക്രിയേറ്റ് അല്ല, അത്രയും വേണ്ട, ഫുള്ള് വേണ്ട, കുറച്ച് മതി. അല്ല, അങ്ങനെ എന്തായാലും ഞാൻ ചെയ്ത് മോശമാവില്ലേ? അഭിനയിച്ചോട്. ആണോ? അതെ, ഒരു ചെറുപ്പക്കാരന്റെ ടെൻഷൻ മാറ്റാനല്ലേ. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തീർന്നിക്ക്. പിന്നെയാണോ ഇത്? ആ കേസ് ഞാൻ ഒരു കാര്യം, എന്തെങ്കിലും നാണക്കാരിയല്ലേ?
അപ്പൊ എന്തായാലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ വരാം ഭയങ്കര. ഓക്കെ ശരി വാ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിൽ മനോജെ പാല്. പാല് സോഫ്റ്റ്. കൂച്ചോ പാല് കൂച്ചോ. അയ്യേ മുഴുവൻ കുടിക്കില്ല, പകുതി കൂടി. നീ സോഫ്റ്റ് ആയിട്ട് വാങ്ങിയിരു. നീ നാണിക്കില്ല, നീ ആണുങ്ങളെ പോലെ നിൽക്കണം ബോൾഡായിട്ട്. എന്റെ പേരെന്താ? എന്റെ പേരാണ് അത്. റിഹേഴ്സലാണിത്. ഭാര്യയുടെ പേരെന്താ? മാളു. മാളു മാളു. ഉറപ്പാണോ? അപ്പൊ ഒന്നെങ്കിൽ മാളു എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബേബി. ബേബി ബേബി ചേരൂല്ലേ? മാളൂട്ടിന്നോ മോളൂട്ടിന്നോ ആയാലും കുഴപ്പമില്ല. മോളൂട്ടി നല്ല മോളൂട്ടി ചെറുസ്നേഹം വന്നോട്ടെ. മോളൂട്ടി എന്തേലും പറ, അല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്നത്. ഇത്രയും ഗ്യാപ്പ് ഇടരുത്. അതായത് ഒന്നെങ്കിൽ മോളൂട്ടി ടയേർഡായോ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തോ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലും സംസാരിക്കോ? റെഡി. വിളിക്കണേ, ഒന്നുകൂടെ വിളിക്കാം. മാളൂട്ടി ലൈറ്റ് അണയ്ക്കട്ടെ. ലൈറ്റ് അണയ്ക്കട്ടെ എന്നുള്ളതൊരു ധൃതിയായി പോയോ? അത് വേണ്ട. അതൊരു മണിക്കൂട്ടൻ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദിച്ചാലോ? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ലെന്ന്. എന്താ വിശേഷം ഒന്ന് അല്ലേ? കല്യാണം കഴിഞ്ഞ ആളോട് എന്താ വിശേഷം? എനിക്ക് താൻ 10ാം ക്ലാസ്സിലെ മാർക്ക് കൂടെ ചോദിക്കണം. എന്താ വിശേഷം? അവള് രാവിലെ തൊട്ട് നടന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കാലൊക്കെ ഒന്ന് തടവി തരട്ടെ എന്ന് ചോദിക്കും. എന്തായിരുന്നു ചോദിച്ചെന്ന് പറഞ്ഞു നോക്കട്ടെ. അത് കൊള്ളാം. സമയം കളയരുത്, പോകാനുള്ളതാണ്. രാവിലെ നടന്ന് തളർന്നല്ലേ, കാല് കഴുകി കൊണ്ട് ഒന്നിനും യേശു ക്രിസ്തു കൊടുക്കാൻ ലാസ്റ്റ് ചാൻസ്. ഇനി ലാഗ് അടിച്ചാൽ നിന്നെ ഇറക്കി വിടും കേട്ടോ. ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്. ഞാനാന്ന് വിചാരിക്കാം. വാ. അങ്ങനെ ആവരുത്, പിടിക്കും. ചാഞ്ഞ വരുമെന്ന് പറഞ്ഞു ഓടി. നല്ല രസമുണ്ടായിരുന്നു നിന്നെ കാണാൻ. ചായല്ലേ ഇത്, കോൺസെൻട്രേറ്റ് ചെയ്യ. പാല് കൊണ്ടുവന്നു, സോഫ്റ്റ് ആയിട്ട് വാങ്ങണം. റെഡി. എന്താ ഇത്? പാല് ഒന്നില്ല. ചേട്ടാ വേണ്ടേ? അതില്ല, കുഴപ്പമില്ല, പറ. അങ്ങനെ വേണ്ടേ? പറഞ്ഞോ. ഇന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന് പിടി എന്തിനാ മുറുക്കുന്നേ? ഈ പിടി എന്തിനാ മുറുക്കുന്നേന്ന്? ഇത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളെ ഒന്നും വർക്കൗട്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യുന്നു, പോയി കിടന്ന് ഉറങ്ങിക്കോ. അതിനെ നടക്കുള്ളൂ അല്ലേ? അപ്പൊ ശരി, എന്നാ വിട്ടോ, കാണാം. അല്ല, വീട്ടില് പെൺകുട്ടിയെ ഭയങ്കര പേടിയാ. ഇത് പേടിയില്ല ഇതിനെ. അല്ല, വീട്ടിലെ കുട്ടിയില്ലേ, അതിനെ കാണുമ്പോ ഒരു പേടിയും വിറയലും ഒക്കെ ഉണ്ട്. ഇത് കുഴപ്പമില്ല. കൊണ്ടുപോക്കോ. പാരീസിലും അമേരിക്കയിലും എവിടെ വെച്ചാ കൊണ്ടുപോകും. വേണ്ട വേണ്ട, പോ പോ പോ. Masters.